കഴിഞ്ഞ ദിവസമായിരുന്നു ആങ്കറും നടിയും ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ടുള്ള പേർളി മാണി ആശുപത്രിയിലാണ് എന്ന് താരം തന്നെ ഒരു വാർത്ത പങ്കുവച്ചത്. ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഇവർക്ക് മെസ്സേജും കോളുമായി എത്തിയത്. പോരാഞ്ഞിട്ട് പേർളി മാണി അന്വേഷിച്ച് ആശുപത്രിയിൽ പോലും ഒരുപാട് പേർ എത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആശുപത്രി അധികൃതർ ഒന്നും തന്നെ പേർളിയുടെ അടുത്തേക്ക് അയച്ചില്ലായിരുന്നുവെങ്കിലും പ്രേക്ഷകർക്ക് കൃത്യമായി ഇതെല്ലാം നന്നായി അറിയാമെന്നാണ് പറയുന്നത്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം പേർളി മാണി ഒരു ഉദ്ഘാടനത്തിന് എത്തേണ്ടിയിരുന്നിടത്ത് ഇനി എത്താൻ സാധിക്കില്ല എന്ന അവിടുത്തെ ആളുകളും കടയുടമയും തന്നെ പങ്കുവച്ചിരിക്കുന്നൊരു പോസ്റ്റ് ശ്രീനിഷ് കൂടി ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആരോഗ്യം തീരെ മോശമായ സ്ഥിതിക്ക് പേർളി മാണിക്ക് ഉദ്ഘാടനത്തിന് എത്താൻ സാധിക്കില്ല എന്ന അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയിൽ പറയുന്നത്. അതുകൊണ്ട് അവരുടെ പത്തനംതിട്ടയിലെ സബ് ജ്വല്ലറി ഷോറൂമിലേക്ക് പേർളി മാണിക്ക് ഉദ്ഘാടനത്തിനെത്താൻ സാധിക്കില്ല എന്ന് വളരെ സങ്കടത്തോടെയാണ് അവർ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്റ് ശ്രീനിഷും വളരെയധികം സങ്കടത്തോടെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തെത്തിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വരുമ്പോൾ പേർളി എന്ന് ഭേദമായി പുറത്തു വരും എന്നുള്ള ചോദ്യം കൂടി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ ചില ആരോഗ്യ കാരണങ്ങളാൽ ഫെബ്രുവരി 8 വൈകുന്നേരം 4 മണിക്ക് പത്തനംതിട്ടയിലെ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ നടക്കാനിരിക്കുന്ന ഞങ്ങളുടെ സബ് ബ്രാൻഡിൻ്റെ ലോഞ്ചിൽ മുഖ്യ അതിഥിയായി എത്താനിടുന്ന പേർളി മാണിക്ക് പങ്കെടുക്കാനാവില്ലെന്ന വിവരം ഖേദപൂർവ്വം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. ഇക്കാരണത്താൽ തന്നെ ലോഞ്ചിങ് മറ്റൊരു ദിവസത്തേക്കായി മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. ഫെബ്രുവരി 7, 8 ദിവസങ്ങളിലായി നടക്കുന്ന പോൾക്കി ആഭരണമേളയ്ക്ക് മാറ്റമില്ല. നിങ്ങൾക്കുണ്ടായ സൗകര്യത്തിന് ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പേർളിയുടെ എല്ലാ ഷോയും കാണുന്നവർക്ക് കൃത്യമായി അറിയാം പേർളി സ്ഥിരമായി ധരിക്കുന്നത് ഇവരുടെ ആഭരണങ്ങൾ തന്നെയാണ്. മുൻപ് പേർളി ഇവരുടെ ഷോറൂമുകളിൽ എത്തിയതും ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചതുമൊക്കെ വളരെയധികം സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ്. എല്ലാ അഭിമുഖങ്ങളിലും പേർളി അതിമനോഹരിയായി തെളിഞ്ഞു കാണുന്നത് ഇവരുടെ മനോഹരമായ ജുവലറി ധരിച്ചിട്ടാണ് എന്ന് എപ്പോഴും പേർളി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു മാർക്കറ്റർ കൂടിയായിരുന്നു പേർളി. പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ആരോഗ്യ പ്രശ്നം കാരണമാണ് പേർളി ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ കഴിച്ചതിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്ന ഒരു ഫുഡ് പോയ്സണുമായി ബന്ധപ്പെട്ടാണ് പേർളി ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നതെന്നും ഏകദേശം 2 ആഴ്ചയോളം തന്നെ താരത്തിന് ബെഡ് റെസ്റ്റ് വേണമെന്നുമാണ് അറിയുന്നത്. ആശുപത്രിയിൽ കിടക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് പേർളി എത്തിയിട്ടുണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നോടുള്ള സ്നേഹം കാണിക്കാനായി നിലു ബേബി ഉമ്മകൾ നൽകി വീട്ടിലേക്ക് നോക്കുന്ന ആളുടെ കൂടെ പോകുന്നത് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. അതിലൂടെയാണ് ആശുപത്രിയിലാണ് പേർളി എന്ന് പ്രേക്ഷകർ അറിഞ്ഞതും പ്രേക്ഷകരെല്ലാവരും കാര്യം ചോദിച്ച് എത്തിയതും. ഇപ്പോൾ ശ്രീനിഷിനും നിരവധി മെസ്സേജുകൾ തന്നെയാണ് എത്തുന്നത്. പേർളിയെ കാണാൻ വേണ്ടി മാത്രം ഉദ്ഘാടനത്തിന് എത്താൻ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പേർളി മറ്റൊരു ദിവസം എന്തായാലും വരുമെന്നും അതുകൊണ്ട് പ്രോഡക്റ്റ് ലോഞ്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് എന്തായാലും പേർളി തന്നെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുവരുന്നതെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. പേർളിയെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ എന്തായാലും കൊണ്ടുവരുമെന്ന് അവർ കൂടുതൽ കാര്യങ്ങൾ വാക്കു നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.